എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറന്നോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതുമാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ മറന്നോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഇനി ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ആ പേഴ്സൺ അതിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ മറക്കാൻ ആ പേഴ്സണ് ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ മറക്കാൻ ആ പേഴ്സണ് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം ഈ ഒരു നിമിഷം, അതായത് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയത്ത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ആ പേഴ്സൺ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ആ പേഴ്സൺ നിങ്ങളെ മറന്നോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇല്ല, ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ്. ആ പേഴ്സൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് തുറന്ന് പറയാൻ സാധിക്കുന്ന ഒരു നല്ല സുഹൃത്താണ് നിങ്ങൾ. അതായത് ആ പേഴ്സൺ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലോ, ആ പേഴ്സണ് ദേഷ്യം ഉണ്ടെന്നിരിക്കട്ടെ, വിഷമം ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് വാശി ഉണ്ടെന്നിരിക്കട്ടെ, എന്താണെങ്കിലും നിങ്ങളോട് ആ പേഴ്സണ് തുറന്ന് പറയാൻ സാധിക്കും. എന്താണെങ്കിലും നിങ്ങളോട് തുറന്ന് പറഞ്ഞാലും, അതായത് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടാലും, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ആ പേഴ്സൻ്റെ വിഷമം പറഞ്ഞാലും, എന്ത് പറഞ്ഞാലും നിങ്ങളോട് അത് തുറന്ന് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് ആ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ പേഴ്സൻ്റെ നല്ലൊരു സുഹൃത്താണ് നിങ്ങൾ. ആ പേഴ്സൺ മാത്രമല്ല, നിങ്ങളും ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ വിഷമം ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചാലും ഇനി അതിന് സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ വിചാരിക്കുന്നത്, നിങ്ങളെപ്പോലെയുള്ള ഒരു നല്ല സുഹൃത്തിനെ എന്തിനു മറക്കണം എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. മേ ബി ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചാലും അതിന് സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. ആ പേഴ്സൺ അതിന് ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഇനി ശ്രമിച്ചാലും അതിന് സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ മറക്കാൻ ആ പേഴ്സൺ എന്തായാലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി നിങ്ങളോട് ഇനി സംസാരിക്കുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. പക്ഷേ നിങ്ങളോട് സംസാരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ മറക്കണമെന്നില്ലല്ലോ എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സണ് നിങ്ങളെ മറക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കാത്തത് എന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങളെ എപ്പോഴും ഓർക്കണം, നിങ്ങളെ മറക്കാൻ പാടില്ല, നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എങ്കിൽ കൂടി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങളെ മറക്കുന്നതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുക പോലും ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ വളരെ പാവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മറക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇനി നിങ്ങളെ മറക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ മുഖം അല്ലെങ്കിൽ നിങ്ങളുടെ ചിരി, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ ചിരിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ ചിരിച്ച ആ പേഴ്സണോട് സംസാരിച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ച ഓരോ കാര്യങ്ങളും ആ പേഴ്സൺ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്ലേഫുള്ളായിട്ടുള്ള നേച്ചറുണ്ട്. ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള നേച്ചറിനെ കുറിച്ചും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്ന സമയത്ത്, നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും എല്ലാം ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ചില സമയത്ത് ആ പേഴ്സൺ ഒരുപാട് വിഷമവും വരാറുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിഷമവും തോന്നാറുണ്ട്.
അതേസമയം സന്തോഷവും തോന്നാറുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. രണ്ടും ആ പേഴ്സണ് തോന്നാറുണ്ട്. വിഷമവും തോന്നാറുണ്ട്, അതേസമയം സന്തോഷവും തോന്നാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ ആ പേഴ്സൺ ആ വിഷമത്തേക്കാൾ ഉപരി സന്തോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണിന് ലഭിക്കുന്ന സന്തോഷത്തിനാണ് ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ ആ പേഴ്സണെ പരിചയപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൻ്റെ ലൈഫിൽ തന്നെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ആ പേഴ്സൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആ പേഴ്സൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ പേഴ്സൺ നല്ലൊരു വ്യക്തി തന്നെയാണ്, പക്ഷേ എങ്കിലും നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മേ ബി ആ പേഴ്സൺ കുറച്ച് വളരെ മെച്യൂരിറ്റി ഉള്ള ഒരാളായിരിക്കാം. നിങ്ങളും അതുപോലെ മെച്യൂരിറ്റി ഉള്ള ഒരാളാണ്. പക്ഷേ ആ പേഴ്സൻ്റെ ഉള്ളിലൊരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി ഉണ്ട്. ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി ഉണ്ടെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയത് തന്നെ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. അതുവരെ ആ പേഴ്സൺ അറിയില്ലായിരുന്നു ആ പേഴ്സൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി, അല്ലെങ്കിൽ അത് ആ പേഴ്സൺ പുറമേ കാണിക്കാറില്ല. ആ പേഴ്സൻ്റെ പ്ലേഫുള്ളായിട്ടുള്ള എനർജി ആ പേഴ്സൺ പുറമേ കാണിക്കാറില്ല, കാരണം അത് ആ പേഴ്സണ് ഇഷ്ടമില്ല. പക്ഷേ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പേഴ്സണ് ആ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയിൽ മാത്രമേ സംസാരിക്കാൻ സാധിക്കാറുള്ളൂ. എന്നുവെച്ചാൽ എപ്പോഴും ആ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയിൽ നിൽക്കുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ ആ പ്ലേഫുള്ളായിട്ടുള്ള എനർജി ആ പേഴ്സൺ പുറമേ കാണിക്കാറുണ്ട്, പ്രകടിപ്പിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി അറിഞ്ഞുകൊണ്ട് ഇനി ആ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയിൽ തന്നെ ഞാൻ നിൽക്കണം, അങ്ങനെ തന്നെ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. പക്ഷെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പേഴ്സൺ ആ ഒരു എനർജി വരാറുണ്ട്, ആ ഒരു എനർജി ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കാത്തത്, അല്ലെങ്കിൽ അതും ഒരു കാരണമാണ് എന്ന് പറയാം. നമുക്ക് നോക്കാം ഈ ഒരു സമയം ആ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പേഴ്സൻ്റെ എനർജിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആ പേഴ്സൻ്റെ സന്തോഷമായാലും ആ പേഴ്സൻ്റെ വിഷമമുണ്ടായാലും അതൊന്നും അധികം ആ പേഴ്സൺ പുറമേ പ്രകടിപ്പിക്കുന്ന ഒരാളല്ല. ഒരുപാട് സന്തോഷിക്കാറില്ല, സന്തോഷം വരുമ്പോൾ സന്തോഷിക്കാറുണ്ട്, പക്ഷെ അത് ഒത്തിരി പുറമേ കാണിക്കാറില്ല. അതുപോലെ ആ പേഴ്സൺ ഒത്തിരി വിഷമം വന്നാലും ആ വിഷമം ആ പേഴ്സൺ പുറമേ കാണിക്കാറില്ല. എനിക്ക് ആദ്യം തോന്നിയത് ആ പേഴ്സൺ അധികം വിഷമം ഉണ്ടാവില്ല, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് അത്രത്തോളം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എത്രത്തോളമാണ് ആ ഒരു വിഷമം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ആ പേഴ്സൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അത് ആ പേഴ്സന് പുറമേ പറയാൻ അറിയില്ല എന്നുള്ളതാണ്. ഇനി അറിയാമെങ്കിൽ കൂടി അത് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സന്തോഷം വന്നാൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളല്ല, എത്രത്തോളം വിഷമം വന്നാലും അതങ്ങനെ എനിക്കിത്ര വിഷമം ഉണ്ടെന്ന് പറയുന്ന ഒരാളല്ല. ആരും അങ്ങനെ പറയില്ല, എങ്കിലും ആ പേഴ്സൻ്റെ വിഷമം തുറന്ന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഈ ഒരു സമയത്ത് ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. കാരണം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ആ പേഴ്സണ് തന്നെ അറിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ പേഴ്സൺ തന്നെ ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് ശേഷമാണ് പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും ആ പേഴ്സൺ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ പേഴ്സൺ അറിയില്ല നിങ്ങളെ എത്രത്തോളം ആ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ടെന്ന്. കാരണം അത്രമാത്രം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എത്രത്തോളമാണ് ആ പേഴ്സണെ സ്നേഹിക്കുന്നത് എന്ന് ആ പേഴ്സൺ അറിയില്ല എന്നുള്ളതാണ്. മേ ബി നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ആ പേഴ്സണ് നിങ്ങളെ എത്രമാത്രം ഇഷ്ടമാണെന്ന് നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ആ പേഴ്സണെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, പക്ഷേ ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം ആ പേഴ്സൺ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ പേഴ്സൺ അത് പറയാൻ ആഗ്രഹിച്ച പോലെ പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പേഴ്സൺ അത് പറഞ്ഞിട്ടേ ഉണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളോട് ഇനി പറയാൻ സാധിക്കുമോ, അതിനി പറയാൻ സാധിക്കില്ലേ, അതിനെക്കുറിച്ച് ഓർത്താണ് ആ പേഴ്സൺ വിഷമിക്കുന്നത്. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് ഇനിയെങ്കിലും ആ പേഴ്സണ് നിങ്ങളോടൊന്ന് തുറന്ന് പറയാൻ സാധിക്കില്ലേ, അതിനൊരു അവസരം നിങ്ങൾ കൊടുക്കുമോ, ഇനി ആ ഒരു അവസരം ലഭിച്ചാൽ തന്നെ
പേഴ്സണ് ശരിക്കും എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അത് നിങ്ങളോട് പറയാൻ സാധിക്കുമോ എന്നൊക്കെയാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. മേ ബി ആ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അറിഞ്ഞോ അറിയാതെയോ ആ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആ പേഴ്സണും നിങ്ങളോട് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. മേ ബി ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. നിങ്ങളും ആ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളും ആ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്കും ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണമെന്നോ നിങ്ങളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ഇത് നിങ്ങളുടെ എനർജിയും ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറന്നോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ല എന്നാണ്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.